ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ മിക്കവരുടെയും വീടുകളിലുള്ള വെറുതെ പൊഴിഞ്ഞു വീണ് പാഴായി പോകുന്ന ഒരു സാധനമാണിത്. ഇരുമ്പം പുളി, ഓർക്കാപ്പുളി, ഇലിമ്പിപ്പുളി എന്നീ പേരിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഒരു പിടി പുളി ഉണ്ടെങ്കിൽ ഇനി ഡിഷ് വാഷും വാങ്ങിക്കേണ്ട, ഫ്ലോർ ക്ലീനറും വാങ്ങിക്കേണ്ട, ടോയ്ലറ്റ് ക്ലീനറും വാങ്ങിക്കേണ്ട, അങ്ങനെ കാശ് കൊടുത്ത് കെമിക്കൽസ് ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇരുമ്പൻ പുളി കൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആകുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ സമയം ഒട്ടും കളയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ നമ്മുടെ ടിപ്സ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് നല്ല പുളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴുത്ത് ചീത്തയായിപ്പോയ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മുടെ അടിപൊളി ടിപ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യുന്നത് ഈ പഴുത്ത് കേടായിപ്പോയ പുളി വെച്ചിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് ആ പുളി ഒരു കുക്കറിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഈ പുളിക്ക് ഇരുമ്പും പുളി എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്ന പേരെന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാമോ? വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് നമുക്കിത് ഒരൊറ്റ വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് വെന്ത് പാകമാകുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചേക്കുന്ന ആ നല്ല ഇരുമ്പ് പുളി ഉണ്ടല്ലോ, അത് വെച്ച് ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഇരുമ്പം പുളി നന്നായിട്ടൊന്ന് കഴുകി അതിൽ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കണം. നനവൊക്കെ മാറ്റിയെടുത്ത പുളി ഇതുപോലെ റൗണ്ടായിട്ട് കനം കുറച്ചൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് ഇത്രയും പുളിയാണ് കേട്ടോ കിട്ടിയത്. നിങ്ങൾക്ക് ആവശ്യമുള്ള എത്ര എടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ എടുക്കാവുന്നതാണ്. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആ മുറിച്ച് വെച്ചേക്കുന്ന ഇരുമ്പുളിയില്ലേ, അതിൽ നിന്ന് പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റോളം ഒന്ന് വഴറ്റി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒത്തിരി ഒന്നും ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇരുമ്പുളിയിൽ ധാരാളം വെള്ളമില്ലേ, അതൊന്ന് വലിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി മാത്രം ഫ്രൈ ചെയ്താൽ മതി. ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് കേട്ടോ ഞാനിത് കുക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയോ സ്റ്റീലിൻ്റെ പാത്രമോ അങ്ങനെ എന്ത് വേണ്ടെടുക്കാം കേട്ടോ. പക്ഷേ ഇരുമ്പിൻ്റെ ചട്ടിയോ അലൂമിനിയത്തിൻ്റെ പാത്രങ്ങളോ ഇരുമ്പുള്ളി കുക്ക് ചെയ്യാനായിട്ട് എടുക്കരുത്. അതിൽ കറ വീഴും. അതുമാത്രമല്ല അതിലെ കെമിക്കൽ നമ്മുടെ ഉള്ളിൽ പോവുകയും ചെയ്യും. ഇരുമ്പിൻ്റെ ചട്ടിയിലും അലൂമിനിയം ചട്ടിയിലൊക്കെ ഇരുമ്പുള്ളി പാകം ചെയ്യുമ്പോൾ അതിൽ പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അതൊക്കെ നമ്മുടെ വയറിൽ ചെന്ന് കഴിയുമ്പോൾ ഛർദിയും വയറുവേദനയൊക്കെ ഉണ്ടാവാൻ കാരണമാകും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ. ഇതേ കണ്ടോ, വെറും 2 മിനിറ്റ് വഴറ്റിയപ്പോഴേക്കും വെള്ളമൊക്കെ വലിഞ്ഞ് നമ്മുടെ പുളി പാകത്തിന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ള പുളിയും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം. പിന്നെ ഞാനിത് വറുക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ മാത്രമാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ എങ്ങനെ വേണം ചെയ്യാം കേട്ടോ. പുളിയെല്ലാം വറുത്തതിന് ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുകിനോടൊപ്പം ഒരു നുള്ളു ഉലുവ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉലുവയും കടുകും നന്നായിട്ട് പൊട്ടിയ ശേഷം 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് മുറിച്ചതും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളകൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് ഉള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ ഫ്ലെയിം തീരെ കുറച്ചിട്ട് വേണം മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി എന്നിങ്ങനെയാണ് ഞാനിവിടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഈ സമയത്ത് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ പുളിയും ഉപ്പും ഒക്കെ കൂടി ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത്. ശർക്കരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മുടെ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഇരുമ്പും പുളി ചേർത്ത് കൊടുക്കാം. ഇരുമ്പും പുളി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഇരുമ്പും പുളി അച്ചാറാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇരുമ്പും പുളി വെറുതെ നമ്മൾ അച്ചാർ ഇടുമ്പോൾ അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഒത്തിരി വെള്ളമൊക്കെ നിറഞ്ഞ് നാശമായിട്ട് വരില്ലേ. പക്ഷെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, ഇത് എത്ര ദിവസം ഇരുന്നാലും ഒരു കേടും വരില്ല. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് നിറച്ചു കൊടുക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പുറത്തിരുന്നാലും ഇത് പെട്ടെന്നൊന്നും കേടായി പോവില്ല. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഈ നേരം കൊണ്ട് നമ്മൾ ആ കുക്കറിൽ വേവിക്കാൻ വെച്ച പുളി ഒരു വിസിലടിച്ച് വെന്ത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ പുളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ലൂസാക്കി എടുക്കാം.
ഇനി ഇത് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇത് ഇത്രയും പുളി ജ്യൂസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 2 സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡയും 2 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ അടിപൊളി ഐറ്റം ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഡിഷ് വാഷ് വാങ്ങണ്ട, ടോയ്ലറ്റ് ക്ലീനർ വാങ്ങണ്ട, ബാത്റൂം ക്ലീനർ വാങ്ങണ്ട, അതുപോലെ ഫ്ലോർ ക്ലീനറും ഒന്നും തന്നെ കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് മാത്രം മതി. ഇതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പാത്രം കഴുകിയെടുക്കാം, ടോയ്ലറ്റ് കഴുകാം. പക്ഷേ ഇതിന് പത ഉണ്ടാവില്ല കേട്ടോ. ചെറിയൊരു പത കിട്ടുന്നതിന് വേണ്ടി ഞാനിതിലേക്ക് 2 സ്പൂൺ ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പത വേണോ നിർബന്ധം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് ഡിഷ് വാഷ് ചേർത്താൽ മതി. അല്ലാതെ ക്ലീനിങ്ങിന് വേണ്ടി ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പഴയ ഡിഷ് വാഷ് ബോട്ടിലിലേക്കോ ഹാൻഡ് വാഷ് ബോട്ടിലിലേക്കോ നമുക്കിത് നിറച്ച് വയ്ക്കാം. എനിക്കിപ്പോൾ ഇത്രയും സൊല്യൂഷനായിട്ട് കിട്ടിയത് ഇതെനിക്ക് 2 ആഴ്ചത്തേക്കുണ്ട്. ആദ്യം തന്നെ ഞാനിത് വെച്ച് എൻ്റെ കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. മീൻ കഴുകിയെടുത്ത നല്ല എണ്ണമെഴുക്കും അതുപോലെ സ്മെല്ലും ഉള്ള സിങ്കിലേക്കാണ് ഞാൻ ഈ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നത്. എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഷെമ്മി കവർ എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയെടുക്കാം. കഴുകിക്കഴിഞ്ഞപ്പോൾ കണ്ടോ നമ്മുടെ കിച്ചൺ സിങ്ക് നല്ല പളപളാന്ന് വെട്ടി തിളങ്ങുന്നത്. അതുമാത്രമല്ല കേട്ടോ, മീനിൻ്റെ ഉളുമ്പുമണം ഒട്ടും തന്നെ ഉണ്ടാവില്ല. വെറും ഒരു ഡ്രോപ്പ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എണ്ണമെഴുക്കുള്ള പ്ലേറ്റുകളും ഗ്ലാസ്സുകളും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. രാവിലത്തെ ആ ഗുസ്തി എല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ എല്ലാവരെയും ഗ്യാസ് സ്റ്റവിൻ്റെ അവസ്ഥ ഇത് തന്നെയല്ലേ. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ നമ്മൾ എന്തുമാത്രം പാടുപെടാറുണ്ടല്ലേ. ഇനി അതൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റവ് പുത്തനാക്കി ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ച് സൊല്യൂഷൻ സ്റ്റവിൻ്റെ മുകളിലേക്കൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു കോട്ടൺ തുണി നനച്ചെടുത്ത് നമുക്ക് ഇപ്പം തന്നെ ഇത് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. തുണി കൊണ്ട് ഒന്ന് തൊട്ടപ്പോൾ തന്നെ നമ്മുടെ സ്റ്റവിൽ അഴുക്കെല്ലാം പോയി നല്ല ക്ലീൻ ആകുന്നത് കണ്ടോ. ഒരു അധ്വാനവും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. അഴുക്കെല്ലാം നന്നായിട്ട് തുടച്ചെടുത്ത ശേഷം നമുക്ക് ആ തുണി ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടി സ്റ്റവ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാം. മിനിറ്റുകൾ കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റൗവിൽ അഴുക്കെല്ലാം മാറി നല്ല ക്ലീൻ ആയിരിക്കുന്നത് കണ്ടോ. പിന്നെ അഴുക്ക് കളയാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ പല്ലിയുടെയും പാറ്റയുടെയും എലിയുടെയൊക്കെ ഒരു പ്രധാന താവളമാണ് നമ്മുടെ സ്റ്റവിൻ്റെ പരിസരമൊക്കെ. ഈ സൊല്യൂഷൻ കൊണ്ട് തുടച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ സ്മെല്ല് കാരണം പല്ലിയും പാറ്റയും എലിയും ഒന്നും പിന്നെ ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിലെ ബാഡ് സ്മെല്ലും എണ്ണമെഴുക്കൊക്കെ മാറാനും ഈ സൊല്യൂഷൻ ഇട്ട് നന്നായിട്ടും തുടച്ചെടുത്താൽ മാത്രം മതി. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ പാലിൻ്റെയും നോൺ വെജിൻ്റെയൊക്കെ നല്ല സ്മെല്ലുണ്ടാകും ഡൈനിങ് ടേബിളിന്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ കുറച്ച് ഒഴിച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ ആ ബാഡ് സ്മെല്ലെല്ലാം മാറിക്കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.